നമസ്കാരം. കായംകുളം MLA യു പ്രദീപിയുടെ മകൻ കനു പ്രതിയായ കഞ്ചാവ് കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നടപടികൾ വീഴ്ച സംഭവിച്ചെന്നും വൈദ്യപരിശോധന നടത്തിയിട്ടില്ലെന്നും റിപ്പോർട്ട്. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഭ MLA നൽകിയ പരാതിയിലാണ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ S. അശോക് കുമാർ സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പ്രതിയുടെ മകനടക്കം 7 പേർക്കെതിരെ കേസ് നിലനിൽക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. പ്രതികളിൽ കഞ്ചാവ് കണ്ടെടുത്ത 2 പേർക്കെതിരെ മാത്രമേ കേസ് നിലനിൽക്കൂ. കനിവ് കഞ്ചാവ് വലിച്ചതിന് സാക്ഷികളില്ല. ഉദ്യോഗസ്ഥരും കനിവ് വലിക്കുന്നതിന് കണ്ടിട്ടില്ല. ശ്വാസത്തിൽ നിന്ന് കഞ്ചാവിന്റെ ഗന്ധം വന്നുവെന്ന് മാത്രമാണ് പറയുന്നത്. 7 പേർക്കെതിരെ കേസെടുക്കാൻ ഇത് മതിയാവില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. തീപ്പെട്ടിയോ കഞ്ചാവ് വലിച്ചതിന്റെ അവശിഷ്ടമോ കണ്ടെത്തിയിട്ടില്ല. രക്തം, മുടി, നഖം എന്നിവയുടെ സാമ്പിളുകൾ പരിശോധിച്ച് കഞ്ചാവ് വലിച്ചോ എന്ന് പരിശോധിക്കേണ്ടതായിരുന്നു. ഒരു പരിശോധന നടത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ റിപ്പോർട്ടിലില്ല. റിപ്പോർട്ട് പരിഗണിച്ച് തുടർ നടപടിയെടുക്കേണ്ടത് എക്സൈസ് കമ്മീഷണർ ആണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടനാട് എക്സൈസ് CI ജയരാജ്, റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരുടെയും സംഘത്തിലുണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥരുടെയും മൊഴിയെടുത്തിരുന്നു. ഡിസംബർ 28-നാണ് യു പ്രതിഭയുടെ മകൻ കനിവടക്കം 9 പേരെ തകഴിയിൽ നിന്ന് കഞ്ചാവ് കേസിൽ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത്. ഉദ്യോഗസ്ഥർ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും മകനെ ഉപദ്രവിച്ചെന്നും ഉൾപ്പെടെ ആരോപിച്ചാണ് യു പ്രതിഭ പരാതി നൽകിയത്. മകനെ കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണമാണ് പ്രതിഭ ഉന്നയിച്ചത്. കഞ്ചാവ് പിടിച്ചത് 1ഉം 2ഉം പ്രതികളുടെ പക്കൽ നിന്നാണ്. മകനിൽ നിന്നും കഞ്ചാവ് കിട്ടാഞ്ഞിട്ടും സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചെന്നും പ്രതിയാക്കിയെന്നും മൊഴി നൽകിയെന്നാണ് വിവരം. പ്രതിഭയുടെ വാദങ്ങളെ ശരിവയ്ക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ അന്വേഷണ റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നത്.